ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഈവനിങ്ങിന് പഴംപൊരി ആയാലോ? നമ്മളെപ്പോഴും മധുരമുള്ള പഴംപൊരിയല്ലേ കഴിക്കാറ്. നമുക്കിന്ന് പ്രത്യേകമായിട്ടൊരു എരിവുള്ള പഴംപൊരി കഴിച്ചാലോ? എന്നാൽ ശരി, നമുക്ക് എരിവുള്ള പഴംപൊരി എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നടു അരിഞ്ഞിട്ട് 2-3 കഷ്ണമായിട്ട് മുറിക്കൽ നീളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നീളത്തിലാവുമ്പോൾ അത് വേണ്ടല്ല എന്നോർത്തിട്ടാണ്. അങ്ങനെ ഞാൻ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടാം, ഒരു പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ, ഒരു പച്ചമുളക്, വറ്റൽമുളക് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, 1/2 ടീസ്പൂൺ പഞ്ചസാര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കട്ടിക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. പഴംപൊരി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺറിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരട്ടെ. ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് മറച്ചു കൊടുക്കാം. ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ എരിവുള്ള പഴംപൊരി റെഡിയാക്കി കഴിഞ്ഞിട്ടാണ്. പിന്നെ അതിൽ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു സവാള അരിഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാള 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ വെക്കണം. എരിവുള്ള പഴംപൊരി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം നമുക്ക് പൊട്ടിക്കട്ടെ. ഒരു പകുതി ഇത് കഴിച്ചു നോക്കട്ടെ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ നല്ല മധുരവും പുറത്ത് കുറച്ച് എരിവും ചെറിയൊരു മധുരമായിട്ട്. നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചായ റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ.